Hello my dear students, this is me Haider from EduPort. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് 1 by 1 ആയിട്ട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കാനുണ്ട്. ടോട്ടൽ 5 എക്സ്പെരിമെൻറ്റ്സ് ആണ് സുവോളജിയിൽ നമുക്ക് വരുന്നത്. 3 മൈനറും അതുപോലെ തന്നെ 2 മേജർ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് 3 മൈനർ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ് ചെയ്ത് നോക്കുന്നത്. 1 by 1 ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ഒന്നാമത് സ്റ്റാർച്ച്, രണ്ടാമത്തത് ഗ്ലൂക്കോസ് ആൻഡ് മൂന്നാമത്തത് പ്രോട്ടീൻ ആണ്. എക്സാമിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുള്ളൂ. മൂന്നും ഒരിക്കലും ചെയ്യാനുണ്ടാവില്ല. ബട്ട് മൂന്നും പഠിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. കാരണം ഇൻവിജിലേറ്ററാണ് തീരുമാനിക്കുക ഏത് ടെസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് കിട്ടുന്ന ടെസ്റ്റിൽ ഗ്ലൂക്കോസിൻ്റെയോ ഇനി അതല്ല പ്രോട്ടീൻ ആണെങ്കിൽ പ്രോട്ടീൻ്റെയോ ഇനി അതല്ല സ്റ്റാർച്ച് ആണെങ്കിൽ സ്റ്റാർച്ചിൻ്റെയോ പ്രസൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ടെസ്റ്റിൻ്റെ ഉദ്ദേശം. നമുക്ക് 1 by 1 ആയിട്ട് എന്ത് ചെയ്ത് നോക്കാം. 2 സൊല്യൂഷൻസ് ആണ് എപ്പോഴും നമുക്കിതിൽ തരിക. അപ്പോൾ സ്റ്റാർച്ച് ആകട്ടെ, പ്രോട്ടീൻ ആകട്ടെ, ഇനി അതല്ല ഗ്ലൂക്കോസ് ആകട്ടെ, നമുക്ക് 2 സൊല്യൂഷൻസ് ആണ് തരിക. ഈ തരുന്ന സൊല്യൂഷനിൽ ഏതിലാണ് ഈ പറയുന്ന സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ ആദ്യം നമുക്ക് എന്ത് മാത്രം ചെയ്യാം, സ്റ്റാർച്ച് മാത്രം ചെയ്തു നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 സൊല്യൂഷൻ ഉണ്ട്. ഈ 2 സൊല്യൂഷനിൽ ഏതിലാണ് സ്റ്റാർച്ച് ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള സൊല്യൂഷനാണ് അയോഡിൻ സൊല്യൂഷൻ. ഓക്കെ, അപ്പം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം സൊല്യൂഷൻ എ എടുക്കുക. സൊല്യൂഷൻ എ എടുത്തതിന് ശേഷം എപ്പോഴും വളരെ കുറച്ച് സൊല്യൂഷൻ മാത്രം എടുക്കാം. നിങ്ങൾക്ക് തരുന്ന സാമ്പിൾ സൊല്യൂഷനിൽ നിന്നും വളരെ കുറഞ്ഞ സൊല്യൂഷൻ മാത്രം എടുക്കുക. ഒരു 2 ml ഒക്കെ മതി. കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ എന്താകും, ബുദ്ധിമുട്ടാകും. സോ ഒരു 2 ml സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക. ആ സൊല്യൂഷനിലേക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അയോഡിൻ ആണ്. അറൗണ്ട് ഈക്വൽ എമൗണ്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അറൗണ്ട് ഒരു 2 മില്ലി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 2 or 3 ഡ്രോപ്സ് ആഡ് ചെയ്തതിനു ശേഷം ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് എടുത്ത ഈ എ സൊല്യൂഷനിൽ നമുക്ക് കളർ എന്തായിട്ടുണ്ട്, ഭയങ്കര ബ്ലാക്ക് ബ്ലൂ കളറിലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കലും ബ്ലാക്ക് അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് ബ്ലൂ ആണ്, ബട്ട് എന്താണ്, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ പറയുന്നത് ബ്ലാക്ക് ബ്ലൂ എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ സൊല്യൂഷനിൽ എന്തുണ്ട്, സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്, ബ്ലാക്ക് ബ്ലൂ കളറാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സൊല്യൂഷനിൽ എന്തുണ്ട്, ഈ പറയുന്ന സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബി സൊല്യൂഷൻ, ആ സൊല്യൂഷനിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ 2 ml ഓഫ് എന്ത് ചെയ്യുക, സൊല്യൂഷൻ എടുക്കുക. ആ സൊല്യൂഷനിലേക്ക് ഈക്വൽ എമൗണ്ട് 2 ml or 2 or 3 ഡ്രോപ്സ് എന്ത് ചെയ്യുക, അയോഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇതിൽ എന്തില്ല, ഈ പറയുന്ന സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമ്മൾ അയോഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് സൊല്യൂഷനിലാണോ ബ്ലാക്ക് ബ്ലൂ കളർ കിട്ടുന്നത് ആ സൊല്യൂഷനിലാണ് എന്തിൻ്റെ പ്രസൻസ് ഉള്ളത്, സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. സോ നമുക്ക് ചിലപ്പം എ സൊല്യൂഷനിൽ ചെയ്താൽ തന്നെ ചിലപ്പോൾ ഈ കളർ കിട്ടിയതിന് സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വരും. ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ബിയും ചെയ്ത് നോക്കണം. മാത്രമല്ല നമുക്ക് കിട്ടിയ റിസൾട്ട് ഏതാണോ ആ റിസൾട്ടിനെ വ്യക്തമായിട്ട് എന്തിലേക്ക് എഴുതി വെക്കാൻ സാധിക്കണം, ആൻസർ ഷീറ്റിലേക്ക് എഴുതി വെക്കാൻ സാധിക്കണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മാറിപ്പോകാൻ പാടില്ല. നമുക്ക് എ സൊല്യൂഷനിലാണ് സ്റ്റാർച്ച് ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുള്ളത്, ബട്ട് എഴുതുന്ന സമയത്ത് എന്താ പോകാൻ പാടില്ല, മാറിപ്പോകാൻ പാടില്ല. സോ നിങ്ങൾക്ക് തരുന്ന 2 സൊല്യൂഷനിൽ ഞാനൊന്ന് ചുരുക്കി പറയാണ്, നമുക്ക് 2 സൊല്യൂഷൻസ് തരും. ആ 2 സൊല്യൂഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 സൊല്യൂഷനെയും എടുത്തുകൊണ്ട് എയും ബിയും നമ്മൾ എടുക്കണം. എടുത്തിട്ട് എന്ത് ചെയ്യണം, അയോഡിൻ സൊല്യൂഷൻ അതിലേക്ക് 2 ml ആഡ് ചെയ്ത് കൊടുക്കുക. ഏതിലാണോ ബ്ലാക്ക് ബ്ലൂ കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് അതിൽ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്, സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് ചെയ്യുന്ന ഈ പ്രൊസീജിയർ മൊത്തം എന്ത് ചെയ്യണം, എഴുതി വെക്കണം. അതുപോലെ തന്നെ ആ പ്രൊസീജിയറിൻ്റെ അവസാനം റിസൾട്ടും എഴുതി വെക്കണം. മാത്രമല്ല നമുക്ക് ഈ കളർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ബ്ലാക്ക് ബ്ലൂ കളർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ഇത് സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഇൻവിജിലൻ്റെത് കാണിച്ചു കൊടുക്കുക, എന്തിട്ട് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ബ്ലാക്ക് ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ ഇൻവിജിലേറ്ററിലേക്ക് പോയി കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കണം, കളയരുത്. വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇൻവിജിലേറ്റർ വരുന്ന സമയത്ത് കാണിച്ചു കൊടുക്കണം, എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ബ്ലാക്ക് ബ്ലൂ കളർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്താൽ മാത്രം പോരാ, നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, എഴുതുന്ന സമയത്ത് തെറ്റാതെ എഴുതാൻ പറ്റണം. അപ്പോൾ ഇതിന് മാർക്ക് 2 മാർക്കാണ് ഈ ടെസ്റ്റിന്. സ്റ്റാർച്ച് ആയാലും പ്രോട്ടീൻ ആയാലും ഗ്ലൂക്കോസ് ആയാലും 2 മാർക്കാണ്. 1 മാർക്ക് ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നതിനാണ്. ബാക്കി 1/2 മാർക്ക് വരുന്നത് നമ്മൾ ഈ പ്രൊസീജിയർ കറക്റ്റായിട്ട് എഴുതി വെക്കുന്നതിനാണ്. പിന്നെ ബാക്കിയുള്ള 1/2 മാർക്ക് വരുന്നത് കറക്റ്റ് റിസൾട്ട് നമ്മൾ കിട്ടിയത് എഴുതി വെക്കുന്നതിനാണ്. സോ ഈ എക്സ്പെരിമെൻറ്റ് വളരെ വൃത്തിയിൽ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റാണ് പ്രോട്ടീൻ ടെസ്റ്റ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എക്സാമിന് എന്തെങ്കിലും 2 സൊല്യൂഷൻസ് ആണ് തരിക. ആ 2 സൊല്യൂഷൻസ് ഏതിലാണ് പ്രോട്ടീൻ ഉള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. പക്ഷേ ഇവിടെ പ്രോട്ടീൻ്റെ കേസിൽ ഈ പ്രോട്ടീൻ ടെസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യാനുള്ളത്. അതായത് ഒന്നാമതായിട്ട് ഇതിൽ സൾഫോസാലിസിലിക് ആസിഡ് വെച്ച് ചെയ്യാനുള്ള ടെസ്റ്റും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് ബയോറെറ്റ് റിയേജൻറ്റ് വെച്ച് ചെയ്യാനുള്ള ടെസ്റ്റുമാണുള്ളത്. ഇത് രണ്ടും ചെയ്ത് പഠിക്കുക എന്നുള്ള നിർബന്ധമാണ്. ഇവിടെ എക്സാമിന് നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒന്നേ ചെയ്യാൻ പറയുള്ളൂ. ചിലപ്പോൾ നമ്മളോട് പറയും ബയോറെറ്റ് റിയേജൻറ്റ് വെച്ച് മാത്രം ചെയ്താൽ മതി, ചിലപ്പോൾ പറയും സൾഫോസാലിസിലിക് ആസിഡ് വെച്ച് ചെയ്യാൻ പറയും. ഇപ്പോൾ ഏതാണോ നമ്മളോട്, ഏത് റിയേജൻറ്റ് യൂസ് ചെയ്തിട്ടാണോ നമ്മളോട് ചെയ്യാൻ പറയുന്നത് ആ റിയേജൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിലിമിനറി ടെസ്റ്റ് ചെയ്യാം. അതായത് സൾഫോസാലിസിലിക് ആസിഡ് വെച്ചിട്ടുള്ള ടെസ്റ്റ് ചെയ്യാം. സോ ആദ്യം എന്ത് ചെയ്യുക, സൊല്യൂഷൻ എയിൽ നിന്ന് 2 ml എടുക്കുക. വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രം എപ്പോഴും എന്ത് ചെയ്താൽ മതി, സൊല്യൂഷൻ എടുത്താൽ മതി. അതിലേക്ക് സൾഫോസാലിസിലിക് ആസിഡ് ഒരു 2 or 3 drops ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സൊല്യൂഷനിൽ എന്തുണ്ട്, ഈ പറയുന്ന പ്രോട്ടീൻ്റെ പ്രസൻസ് ഉണ്ട്. ആ പ്രോട്ടീൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിലെന്താകുന്നത്, വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ സൊല്യൂഷൻസ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് സൊല്യൂഷൻ ബി വെച്ചിട്ട്. സൊല്യൂഷൻ ബിയും ഈ പറഞ്ഞതുപോലെ 2 ml നമ്മൾ എടുക്കുക. ആ എടുത്ത സൊല്യൂഷനിലേക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക, സൾഫോസാലിസിലിക് ആസിഡ് 2 or 3 drops ആഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകമായിട്ട് എന്തില്ല, ഒരു വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. സോ അതിൻ്റെ അർത്ഥം ഇതിൽ എന്തില്ല, പ്രോട്ടീൻ്റെ പ്രസൻസ് ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, സൊല്യൂഷൻ എയിലാണ് എന്തിൻ്റെ പ്രസൻസ് ഉള്ളത്, പ്രോട്ടീൻ്റെ പ്രസൻസ് ഉള്ളത്. കാരണം ഇതിലാണ് എന്ത് കളർ ചേഞ്ച് ഉള്ളത്, വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എ സൊല്യൂഷൻ അല്ലെങ്കിൽ ബി സൊല്യൂഷൻ ഏത് സൊല്യൂഷൻ വെച്ചിട്ടാണോ ചെയ്യുന്നത്, നമുക്ക് ഏത് സൊല്യൂഷനിലാണ് വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് എന്ത് ആഡ് ചെയ്യുന്ന സമയത്ത്, സൾഫോസാലിസിലിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഏത് സൊല്യൂഷനിലാണോ നമുക്ക് വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നത് ആ സൊല്യൂഷനിലാണ് എന്തിൻ്റെ പ്രസൻസ് ഉള്ളത്, പ്രോട്ടീൻ്റെ പ്രസൻസ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, എക്സ്പെരിമെൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്ത് ചെയ്യുക, വൃത്തിയിൽ തന്നെ എഴുതി വെക്കുക. അതുപോലെ തന്നെ റിസൾട്ടും കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാൻ പറ്റണം. ഇതിൻ്റെ പ്രിലിമിനറി ടെസ്റ്റ് ആണ്. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇതൊന്ന് കൺഫേം ചെയ്യാനുണ്ട്. സോ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. എന്ത് വെച്ചിട്ട്, ബയോറെറ്റ് റിയേജൻറ്റ് വെച്ചിട്ടാണ്. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സൊല്യൂഷൻ എയിൽ നിന്ന് 2 ml എടുക്കാം. ഇപ്പോഴും കുറച്ച് മാത്രം എടുക്കാൻ ശ്രമിക്കുക. കൂടുതൽ എടുക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടാൻ നിങ്ങൾക്ക് എപ്പോഴും എന്താവും, ബുദ്ധിമുട്ടാവാൻ സാധ്യത ഉണ്ട്. അതിലേക്ക് ഒരു 2 or 3 drops എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക, ബയോറെറ്റ് റിയേജൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ഒരു വയലറ്റ് ഓർ ബ്ലൂയിഷ് പിങ്ക് കളറാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സൊല്യൂഷനിൽ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നാണ്, അതായത് പ്രോട്ടീൻ്റെ പ്രസൻസ് ഉണ്ട്. പ്രോട്ടീൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബയോറെറ്റ് റിയേജൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വയലറ്റ് അതല്ലെങ്കിൽ ബ്ലൂയിഷ് പിങ്ക് കളർ കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് സെക്കൻഡ് സൊല്യൂഷൻ വെച്ചിട്ട്, നമ്മുടെ ബി സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതിലേക്ക് പറഞ്ഞ പോലെ 3 or 4 drops അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ബയോറെറ്റ് റിയേജൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വയലറ്റ് കളറോ അതല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലൂയിഷ് പിങ്ക് കളറോ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. സോ അതിനർത്ഥം ഇതിൽ എന്തില്ല എന്നാണ്, പ്രോട്ടീൻ്റെ പ്രസൻസ് ഇല്ല എന്നാണ്. അപ്പോൾ നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സൊല്യൂഷൻ എ വെച്ചിട്ടും സൊല്യൂഷൻ ബി വെച്ചിട്ടും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏതിലേക്കും ബയോറെറ്റ് റിയേജൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഏതിലാണോ നമുക്ക് ഈ കളർ കിട്ടുന്നത്, അതായത് ബ്ലൂയിഷ് പിങ്ക് അതല്ലെങ്കിൽ ഈ പറയുന്ന വയലറ്റ് കളർ കിട്ടുന്നത്, അതിൽ എന്തുണ്ടെന്ന് മനസ്സിലാക്കുക, പ്രോട്ടീൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ എമൗണ്ട് ഓഫ് എന്ത് ചെയ്യാൻ എടുക്കുക, സാമ്പിൾ സൊല്യൂഷൻ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കളർ വേരിയേഷൻ നന്നായിട്ട് മനസ്സിലാക്കുക ഏതാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ 2 ടെസ്റ്റുകളാണ് പ്രോട്ടീൻ ടെസ്റ്റിൽ ചെയ്തത്. ഒന്നാമത് ചുരുക്കി പറയുന്നത് ബ്രീഫായിട്ട് പറയുകയാണ്. ഒന്നാമത്തെ ടെസ്റ്റിൽ നമ്മൾ ചെയ്തത്, അതായത് പ്രിലിമിനറി ടെസ്റ്റിൽ നമ്മൾ ചെയ്തത്
സാൽഫോ സാലിസിലിക് ആസിഡ് വെച്ചിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എയും ബിയും കൊടുത്തു, രണ്ടിലേക്കും നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു? സാൽഫോ സാലിസിലിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്തു. ഈക്വൽ എമൗണ്ട് ഓഫ് 2 ml ഓഫ് സാൽഫോ സാലിസിലിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഏത് സൊല്യൂഷനിലാണോ വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നത് ആ സൊല്യൂഷനിലാണ് എന്തിൻ്റെ പ്രസൻസ് ഉള്ളത്? പ്രോട്ടീൻ്റെ പ്രസൻസ് ഉള്ളത്. നമ്മളത് നമുക്കതിൽ റിസൾട്ട് കിട്ടി. ഇനി അടുത്ത് നമുക്ക് ഇത് ചെയ്യാനുണ്ട്, ഇതിൻ്റെ കോൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാനുണ്ട്. ആ കോൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുന്നത് ബയോറെഡ് റിയേജൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ സൊല്യൂഷൻ എയിലേക്കും ബിയിലേക്കും നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു? ഈക്വൽ എമൗണ്ട് ഓഫ് അതല്ലെങ്കിൽ 3 or 4 ഡ്രോപ്സ് ബയോറെഡ് റിയേജൻറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഏത് സൊല്യൂഷനിലാണോ നമുക്ക് ഈ പറയുന്ന വയലറ്റ് അതല്ലെങ്കിൽ ബ്ലൂയിഷ് പിങ്ക് കളർ കിട്ടുന്നത് ആ സൊല്യൂഷനിലാണ് എന്തിൻ്റെ പ്രസൻസ് ഉള്ളത്? പ്രോട്ടീൻ്റെ പ്രസൻസ് ഉള്ളത്. പക്ഷേ എക്സാമിന് രണ്ടും നിങ്ങളോട് ചോദിക്കില്ല, ഏതെങ്കിലും ഒന്നെങ്കിൽ നിങ്ങളോട് ബയോററ്റ് വെച്ചിട്ടുള്ളത് ചെയ്യാൻ പറയും, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സാൽഫോ സാലിസിലിക് ആസിഡ് വെച്ചിട്ടുള്ളതാണ് ചെയ്യാൻ പറയും. ഏതെങ്കിലും ഒന്നേ പറയുള്ളൂ. ബട്ട് രണ്ടും എന്താവണം? പഠിച്ചിട്ട് പോകണം. കാരണം ഏത് പറഞ്ഞാലും ചെയ്യാൻ സാധിക്കണമല്ലോ. അപ്പം ഈ എക്സ്പെരിമെൻറ്റ് വൃത്തിയിൽ ചെയ്യുക, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ വൃത്തിയിൽ എഴുതി വെക്കുക, റിസൾട്ടും തെറ്റാതെ മാറാതെ എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടെസ്റ്റാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത്. അത് ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റാണ് നമുക്കിനി ബാക്കിയുള്ളത്. സോ ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റിലും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? 2 ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. ഒന്നാമതായിട്ട് പ്രിലിമിനറി ടെസ്റ്റിൽ വരുന്നത് ബെനഡിക്സ് റിയേജൻറ്റ് വെച്ച് ചെയ്യാനുള്ള ടെസ്റ്റാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ കോൺഫർമേറ്ററി ടെസ്റ്റ് വരുന്നതാണ് ഫെലിങ്സ് സൊല്യൂഷൻ വെച്ചിട്ട്. ഫെലിങ്സ് 1 and 2 രണ്ടെണ്ണം ഉണ്ടാകും. ഈ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫെലിങ്സ് ടെസ്റ്റ് ചെയ്യുക. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം 1 by 1 ആയിട്ട് ചെയ്ത് നോക്കാം. ആദ്യം പ്രിലിമിനറി ടെസ്റ്റ് ആയിട്ടുള്ള ബെനഡിക്സ് റിയേജൻറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നില്ല, എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് 2 സൊല്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്, സാമ്പിൾ എ ആൻഡ് സാമ്പിൾ ബി. അപ്പോൾ ഈ 2 സൊല്യൂഷനിൽ ഏതിലാണ് ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് ആദ്യം സാമ്പിൾ സൊല്യൂഷൻ എ എടുക്കാം. 2 ml മതി, വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രം എടുത്താൽ മതി. ആ 2 ml ഈ സാമ്പിൾ സൊല്യൂഷനിലേക്ക് നമുക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം? ബെനഡിക്സ് റിയേജൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈക്വൽ എമൗണ്ട് ഓഫ് ബെനഡിക് റിയേജൻറ്റ് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് 2 ml തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ കളറിലാണ് കിട്ടുക. ബട്ട് നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇത് ഹീറ്റ് ചെയ്യണം. നമുക്ക് ഈ പറയുന്ന ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റിൽ ബാക്കിയുള്ളതിൽ നിന്നുള്ളൊരു വ്യത്യാസം ഈ ബെനഡിക്സ് റിയേജൻറ്റ് വെച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫെലിങ്സ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും രണ്ടിലും നമുക്ക് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന കളർ വേരിയേഷനിലാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? ഇതിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമുക്ക് കിട്ടേണ്ട കളർ എന്ന് പറയുന്നത് ബ്രിക്ക് റെഡ് കളറാണ്. ബ്രിക്ക് റെഡ് കളർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന ബെനഡിക്സ് റിയേജൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്രിക്ക് റെഡ് കളർ കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടിയ സൊല്യൂഷനിലാണ് എന്തിൻ്റെ പ്രസൻസ് ഉള്ളത്? ഈ പറയുന്ന ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉള്ളത്. സോ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്തിട്ടുള്ള ബെനഡിക്സ് റിയേജൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് മെല്ലെ ഹീറ്റ് ചെയ്യാം. ഇനി ഹീറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഇടയ്ക്കൊന്ന് മെല്ലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും കൂടുതൽ സൊല്യൂഷൻ എടുക്കരുത്. എപ്പോഴും വളരെ കുറഞ്ഞ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ മാത്രം എടുക്കുക. ഇടയ്ക്കൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക, ഇടയ്ക്കൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ബെനഡിക്സ് റിയേജൻറ്റ് വെച്ച് ചെയ്തതിൽ നമുക്ക് ഹീറ്റ് ചെയ്ത സമയത്ത് ഏത് കളറാണ് കിട്ടിയിട്ടുള്ളത്? ബ്രിക്ക് റെഡ് കളറിലേക്ക് ഈ സാമ്പിൾ സൊല്യൂഷൻ മാറിയിട്ടുണ്ട്. സോ ഇതിനർത്ഥം ഇതിൽ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്? ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ബെനഡിക്സ് റിയേജൻറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ബ്രിക്ക് റെഡ് കളർ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ സാമ്പിൾ സൊല്യൂഷൻ ബി ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കളറാണ് കിട്ടുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കളർ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകും. നമ്മൾ വളരെ കുറഞ്ഞ എമൗണ്ട് എടുത്താൽ മതി, ഒരു 2 ml അറൗണ്ട്. ആ 2 ml സാമ്പിൾ സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ബെനഡിക്സ് റിയേജൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈക്വൽ എമൗണ്ട്, അതായത് 2 ml തന്നെ ബെനഡിക്സ് റിയേജൻറ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് സാമ്പിൾ സൊല്യൂഷൻ 2 ആണ്. നമ്മൾ ഷെയ്ക്ക് ചെയ്യുക. ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? ഇത് ഹീറ്റ് ചെയ്യാൻ പോവാണ്.
ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഇത് എന്തിലേക്ക് ചേഞ്ച് ചെയ്യില്ല, ഈ പറയുന്ന ബ്രിക്ക് റെഡ് കളറിലേക്ക് ഇത് ചേഞ്ച് ചെയ്യില്ല. നമുക്ക് എന്തായാലും ഹീറ്റ് ചെയ്ത് നോക്കാം. സാമ്പിൾ സൊല്യൂഷൻ ബി ആണ്. നമ്മൾ ഹീറ്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യുന്നില്ല, കളർ ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം ഇതിൽ എന്തില്ല, ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാനൊന്ന് ചുരുക്കി പറയാണ്, നമുക്ക് നിലവിൽ രണ്ട് സാമ്പിൾ സൊല്യൂഷൻസ് തരും, രണ്ട് സൊല്യൂഷൻസ് തരും. ആ രണ്ട് സൊല്യൂഷൻ വെച്ചിട്ടും എയും ബിയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ബെനഡിക്ട്സ് റിയേജൻറ്റ് വെച്ചിട്ടാണ്, രണ്ടാമത് ചെയ്യുന്നത് ഫെല്ലിങ്സ് വെച്ചിട്ടും. എക്സാമിന് ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ ചെയ്യാൻ പറയുള്ളൂ, ബട്ട് നമ്മൾ രണ്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് ബെനഡിക്ട്സ് വെച്ചിട്ടാണ്. അപ്പോൾ സാമ്പിൾ എയിലേക്കും സാമ്പിൾ ബിയിലേക്കും നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു, ബെനഡിക്ട്സ് റിയേജൻറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഈക്വൽ എമൗണ്ട് 2 ml ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്ത സമയത്ത് ബ്രിക്ക് റെഡ് കളറിലേക്ക് മാറിയത് ഏത് സാമ്പിൾ സൊല്യൂഷൻ ആണോ ആ സാമ്പിൾ സൊല്യൂഷനിലാണ് എന്തിൻ്റെ പ്രസൻസ് ഉള്ളത്, ഈ പറയുന്ന ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉള്ളത്. ഏത് സൊല്യൂഷൻ ബ്രിക്ക് കളറിലേക്ക് മാറിയിട്ടില്ല അതിലെന്തില്ല, ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇത്രയും ഈ ബെനഡിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ള മൊത്തം എക്സ്പെരിമെൻറ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ പ്രൊസീജിയർ കറക്റ്റായിട്ട് എഴുതുക, അതുപോലെ തന്നെ റിസൾട്ടും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എഴുതി വെക്കുക. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇതിൻ്റെ കോൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ടുള്ള ഫെല്ലിംഗ് സൊല്യൂഷൻ വെച്ച് ചെയ്യാനുള്ള ടെസ്റ്റാണ്. നമുക്ക് ആദ്യം ചെയ്യാം, സൊല്യൂഷൻ എ എടുത്ത് നോക്കാം. വളരെ കുറഞ്ഞ എമൗണ്ട് മതി, 2 ml മതി. അപ്പോൾ നമുക്ക് ഫെല്ലിങ്സ് 1ഉം അതുപോലെ തന്നെ ഫെല്ലിങ്സ് 2ഉം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം സൊല്യൂഷൻ നമ്മൾ സാമ്പിൾ സൊല്യൂഷൻ എ എടുത്തു, വളരെ കുറഞ്ഞ 2 ml എടുത്തു. അതിലേക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ഫെല്ലിങ്സ് 1 ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മതി, ഒരു 2 or 3 ഡ്രോപ്സ് ആഡ് ചെയ്താൽ മതി. ശേഷം അതിലേക്ക് ഫില്ലിംഗ് സൊല്യൂഷൻ 2 ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കളറിലാണ് നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഹീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, ഞാനൊന്നൊരു ചുരുക്കി പറയുകയാണ്. നമ്മൾ ആദ്യം സാമ്പിൾ സൊല്യൂഷൻ എ എടുത്തു 2 ml, അതിലേക്ക് ആദ്യം ഫില്ലിംഗ് സൊല്യൂഷൻ 1 ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം ഫില്ലിംഗ് സൊല്യൂഷൻ 2 ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ കിട്ടിയ സൊല്യൂഷനിലേക്ക്, ഇതിൻ്റെ മിക്സപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ മിക്സപ്പിൽ നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോവാണ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഇത് നമുക്കിപ്പോൾ ഈ ചെയ്യുന്ന സൊല്യൂഷൻ എ ബ്രിക്ക് റെഡ് കളറിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ എന്തുണ്ട് എന്നാണ്, ഈ പറയുന്ന ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നാണ്. ഇനി ഇത് ബ്രിക്ക് കളറിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ ഇതിലെന്തില്ല, ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ഹീറ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് മെല്ലെ ഹീറ്റ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം മെല്ലെ. കളർ മാറുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് നമുക്ക് ബ്രിക്ക് റെഡ് കളറിലേക്ക് മാറിയെങ്കിൽ മാത്രമേ അതിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ടാവുകയുള്ളൂ. സോ നമ്മളൊന്ന് വാച്ച് ചെയ്യാം കളർ മാറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓവർ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതാ ഒരു ബ്രിക്ക് റെഡ് കളറിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. സോ ഇതിലെന്തുണ്ട്, ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഈ കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കളറിലേക്ക് അത് ചേഞ്ച് ചെയ്തു, ഈ പറയുന്ന ബ്രിക്ക് റെഡ് കളറിലേക്ക് അത് ചേഞ്ച് ചെയ്തു. സോ അതിനർത്ഥം ഇതിലെന്തുണ്ട്, ഈ പറയുന്ന ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതെന്ത് ചെയ്തത്, കളർ ചേഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് മാത്രം ഞാൻ ചുരുക്കി പറയുകയാണ്. നമുക്ക് സാമ്പിൾ സൊല്യൂഷൻ എ ആൻഡ് ബി ഉണ്ട്. അപ്പോൾ ആ സാമ്പിൾ സൊല്യൂഷൻ എ ആൻഡ് ബി രണ്ടിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വൽ എമൗണ്ട് ഓഫ് ഫില്ലിങ്സ് 1ഉം ഫില്ലിങ്സ് 2ഉം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രിക്ക് റെഡ് കളറിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതിലെന്തുണ്ട്, ഈ പറയുന്ന ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തില്ല, അത് കളർ മാറില്ല. നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. സാമ്പിൾ സൊല്യൂഷൻ ബി എടുക്കുക. and അതിൽ ഈ 2 ml മാത്രം എടുത്താൽ മതി, വളരെ കുറഞ്ഞ എമൗണ്ട് എടുത്താൽ മതി. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ സാമ്പിൾ സൊല്യൂഷൻ എയിൽ ചെയ്തതുപോലെ തന്നെ ബിയിലും ചെയ്യുക. ആദ്യം 1 ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫില്ലിങ്സ് 1ഉം 2ഉം ഈക്വൽ റേഷ്യോയിൽ എടുക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. 1:1 എന്നുള്ള റേഷ്യോയിൽ രണ്ടും എടുക്കണം. എത്രയാണോ ഫില്ലിങ്സ് 1 എടുക്കുന്നത് അത്ര തന്നെ എന്തും എടുക്കുക, ഫില്ലിങ്സ് 2 കൊടുക്കുക. അളവ് കൂടാനോ കുറയാനോ പാടില്ല.
ഇപ്പോൾ നമ്മൾ നമ്മുടെ സാമ്പിൾ സൊല്യൂഷൻ ബിയിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു, ഫെല്ലിങ്സ് 1ഉം 2ഉം ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് എന്ത് ചെയ്യാൻ പോകുന്നു, ഹീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതാ പ്രത്യേകിച്ച് കളർ വേരിയേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല. സോ അതിനർത്ഥം ഇതിൽ എന്തില്ല, ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഇല്ല എന്നുള്ളതാണ്. ഞാനൊന്നുകൂടി ചുരുക്കി പറയാണ്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫെല്ലിങ്സ് ടെസ്റ്റാണ്. അതായത് ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റിൽ 2 ടെസ്റ്റുകളുണ്ട്. ഒന്നാമത്തത് പ്രിലിമിനറി ടെസ്റ്റ് ആയിട്ടുള്ള ബെൻഡിക്സ് റിയേജൻറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്ന ടെസ്റ്റും, അതുപോലെ തന്നെ രണ്ടാമത്തെ കോൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ടുള്ള ഫെല്ലിങ്സ് സൊല്യൂഷൻ വെച്ച് ചെയ്യുന്ന ടെസ്റ്റും. അപ്പോൾ നമ്മൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ, രണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ബെനഡിക്സ് റിയേജൻറ്റ് വെച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഫെല്ലിങ്സ് വെച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് സാമ്പിൾ സൊല്യൂഷനാണോ ബ്രിക്ക് റെഡ് കളറിലേക്ക് മാറുന്നത് ആ സാമ്പിൾ സൊല്യൂഷനിൽ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്, ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇനി ഏത് സാമ്പിൾ സൊല്യൂഷനാണോ ഈ പറയുന്ന ബ്രിക്ക് റെഡിലേക്ക് മാറാത്തത് അതിൽ എന്തിൻ്റെ പ്രസൻസ് ഇല്ല, ഈ പറയുന്ന ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സൊല്യൂഷനിൽ ഏതുമാകാം പ്രസൻസ് ഉള്ളത്. നിങ്ങൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കളർ മാറിക്കഴിഞ്ഞാൽ, അതായത് ബ്രിക്ക് റെഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ ഈ എക്സ്പെരിമെൻറ്റ് വൃത്തിയിൽ ചെയ്യുക, അതുപോലെ തന്നെ പ്രൊസീജിയർ വൃത്തിയിൽ എഴുതി വെക്കുക. റിസൾട്ട് തെറ്റാതെ മാറാതെ എഴുതാൻ എപ്പോഴും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.